പ്രഗ്നന്റ് ആവണം എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മന്ത് ആഫ്റ്റർ മന്ത് അവരിങ്ങനെ നടക്കുമായിരിക്കും അടുത്ത മാസം പ്രഗ്നന്റ് ആവുമായിരിക്കും എന്ന് പറഞ്ഞിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിള് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവർ ഒരുമിച്ച് ഓക്കെ നമുക്കിനി പ്രഗ്നന്റ് ആകാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതാണ് ഫസ്റ്റ്. അത് എപ്പോഴും പേഴ്സണൽ ചോയ്സ് ആണ്. അവിടെ നമുക്കൊരു ടൈം ലിമിറ്റ് കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ കൺസീവ് ചെയ്തോണം അങ്ങനെ ഒരു ടൈം ലിമിറ്റ് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷെ വൺസ് അവർ ഡിസൈഡ് ചെയ്തു അവർക്ക് കൺസീവ് ചെയ്യണം, പ്രഗ്നന്റ് ആവണം എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മന്ത് ആഫ്റ്റർ മന്ത് അവരിങ്ങനെ നടക്കുമായിരിക്കും അടുത്ത മാസം പ്രഗ്നന്റ് ആവുമായിരിക്കും എന്ന് പറഞ്ഞിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ബ്ലൈൻഡ്ലി അങ്ങ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഡോക്ടറിനെ പോയി കാണില്ല അവർ. അല്ലെങ്കിൽ എപ്പോഴാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇന്റർകോഴ്സ് ചെയ്യേണ്ടത്, ഏതാണ് സമയം എന്നൊന്നും അറിയില്ല. അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ ആൾക്കാർക്ക് കൗൺസിലിംഗ് ഒരു കൗൺസിലിംഗ് എപ്പോഴാണ് ഏത് ഫേസിലാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് അതൊക്കെ കൊടുക്കണം. പിന്നെ ഈ നമ്മൾ ഏജ് വൈസ് ഒരു ക്രൈറ്റീരിയ പറഞ്ഞില്ലേ, ഇപ്പം 35 വയസ്സിന് താഴെയാണെങ്കിൽ നമ്മൾ 1 ഇയർ നമ്മൾ ആ ഒരു ടൈംലി ഇന്റർകോഴ്സ് അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് ചെയ്തു, കൺസീവ് ചെയ്തില്ല. 35 to 40 ഇയേഴ്സ് ആണെങ്കിൽ 6 months നമ്മൾ നോക്കി. 40 ഇയേഴ്സിന് മേലാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി. ഇതിൽ നിന്നും ക്രോസ് ചെയ്ത് ചില ആൾക്കാർ ചിലപ്പോൾ 3-4 ഇയേഴ്സ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ അടുത്ത മാസം ആകും എന്ന് വിചാരിച്ച് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു മെയിൻ മിസ്റ്റേക്ക്. ഈ പറയുന്ന ഒരു ടൈം ലിമിറ്റ് നമ്മൾ നോക്കി നമ്മൾ ട്രൈ ചെയ്തു, നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് സമയം അതെ